മരണം വരുമൊരു നാളോർക്കുക മർത്യാനേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാനേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാനേ, എന്തിനു കരയുന്നു? വ്യാകുലമാനസനായി എന്തിനു നീറുന്നു? തിരമാലകളാൽ തിങ്ങിമറിഞ്ഞിളകും കടൽ പോലെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാനേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സതതമലർത്തുന്നു. മരണം വരുമൊരു നാളോർക്കുക മർത്യാനേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. വരമരുളേണം അന്ത്യമിഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവരയിങ്കൽ ചേർക്കണമീശോ. മൃതരെല്ലാരും മിന്നി വിളങ്ങും വരമരുളേണം. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായെ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദേവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷരായ കബറിടങ്ങളിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാർന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന രക്ഷാകരമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ സഹോദരനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രത്യേകിച്ച് നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ആത്മാവിനെ കർത്താവിന് കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് വലിയ ഓഫീസിലൂടെ
ഈ ആത്മാവിനും പ്രാർത്ഥിക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ഞങ്ങളുടെ പിതാവേ, കർത്താവേ, നിന്റെ കാരുണ്യത്തെ ഞങ്ങൾ പുകഴ്ത്തുകയും മനുഷ്യവർഗത്തിന്റെ പാലകനായ നിന്റെ അനുഗ്രഹത്തെ ആരാധിക്കുകയും നിന്റെ മഹിനിമായ തൃത്വത്തെ നിരന്തരം സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിനെയും ഭൂമിയിലെയും രാജാവാകുന്നു. ജീവന്റെയും മനത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ, നീ ശാസിക്കുന്നത് ശിക്ഷിക്കുന്നത് കോപത്തോടു കൂടിയാവരുതേ. മരിച്ചുരപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടി ആവരുതേ. കർത്താവേ, നീ സുഖപ്പെടുത്തണമേ. എന്തുകൊണ്ടെന്നാൽ എന്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു. കർത്താവേ, നീ എത്രത്തോളം വൈകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവേ, നീ ശാസിക്കുന്നത് ശിക്ഷിക്കുന്നത് കോപത്തോടു കൂടിയാവരുതേ. മരിച്ചുയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹിനിമായ തൃത്വത്തിന് അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മനത്തിന്റെയും നാഥനും പിതാമത്തുണ്ണം പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. നിന്നിൽ നിന്ന് ഞാൻ എവിടെ പോകും, എവിടെ ഒളിക്കും കർത്താവേ? നിൻ സന്നിധി വിട്ടെങ്ങോടും ഞങ്ങൾ. ആകാശം നിൻ പാർപ്പിടമല്ലോ, കരയും കടലും നിറയുന്നോനേ. പാതാളത്തിലും അവിടം നല്ല വാഴുന്നെവിടെ ഒളിക്കും ഞങ്ങൾ. പൂർണ്ണമായി എന്നെ നീ അറിയുന്നു, പാപം വലുതാണതുപോലെ കൃപയും വലുതെന്നറിവോ ഞങ്ങൾ. കാരുണ്യം നീ കാണിക്കായിൽ നരകണമാകെ നശിക്കും ന്യൂനം. നിന്നുടെ മാംസനിടങ്ങൾ കൈക്കൊണ്ടവരെ കൈവെടിയല്ലേ. എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ നീ കൈകൾ വെച്ചു. ആദിയിലൊരു ജന്മം നൽകി മർത്യനു നിന്നുടെ രൂപവുമേകി. പാപം ചെയ്തു നിനക്കെതിരായി കോപം പൂണ്ടു നശിപ്പിക്കല്ലേ. നാഥാവിന്റെ അനുഗ്രഹപൂരം വർഷിക്കണമേ ഞങ്ങളിലെല്ലാം. മഹിമയിൽ നിന്ന് രാജകുമാരി ബലിപീഠത്തിൽ കൂടുചമയ്ക്കും. പ്രാവുകളൊക്കെ തിരുസഭ നിൽപ്പൂ. കൂടു തകർത്ത പ്രാക്കളയെല്ലാം കുരുതി കഴിക്കാൻ സർപ്പമണഞ്ഞു. കർത്താവേ, നിൻ ദിവ്യനിടത്താൽ നേടിയ സഭയെ കൈവെടിയല്ലേ. കടലിൽ യാത്ര ചെയ്യുന്നവർ ആഴികടക്കും മക്കളെ പോൽ ൂഴിയിലങ്ങനെ നീങ്ങുന്നു നാം. കരയെത്തുമ്പോൾ ധനമില്ലാത്തോർ കരയും മറ്റവരാനന്ദിക്കും. ശാശ്വതമാം ധനമുള്ളവരെല്ലാം അന്ത്യദിനത്തിൽ വിജയം നേടും. നിന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ തിരസ്കരിക്കരുതേ. അന്തിമ ദിവസം മധ്യഗണത്തിൻ ചെയ്തികൾ തൂക്കിയുറക്കും നേരം. ത്രിത്വത്തിങ്കൽ ദൃഢവിശ്വാസം പാലിച്ചവരാം ഞങ്ങൾക്കെല്ലാം ആനന്ദത്തിൻ പറുദീസായി നൽകണമേ ചിരമക്ഷയ
കർത്താവ് എന്നെ കഠിനമായി ശിക്ഷിച്ചു. വേദന തിങ്ങിയ ജീവിതയാനം പെട്ടെന്നങ്ങു നിലച്ചു കഴിഞ്ഞു. കർത്താവേ നിൻ കൽപ്പനയാലേ അന്തിമയാത്ര പറഞ്ഞു കഴിഞ്ഞു. വിധി ദിവസം നിൻ വിളി കേൾക്കുമ്പോൾ സന്നിധിയണയാൻ വരമരുളേണം. നീതിമാനും സത്യമുള്ളവനും യൗവനേറിയ സന്ദേശത്താൽ നിലവേ നഗരി മനസ്സു തിരിഞ്ഞു. അനുതാപത്തോട് ചാക്കുമുടുത്ത ജനമെല്ലാം ഉപവാസമിരുന്നു. കരുണാനിധിയാമുലകിന്നാഥൻ പൊറുതി നമുക്കും നൽകും ന്യൂനം. ജനങ്ങളെ നിങ്ങളെല്ലാവരും ഇത് ശ്രദ്ധിക്കുവിൻ. ഉപവാസത്താൽ കന്യനിയായും കൂട്ടരുമെന്ന രീതിയിൽ നടന്നു. ഉപവാസത്താൽ ദാനിയേൽ സിംഹഗണത്തിൻ വായകൾ പൂട്ടി. ഉപവാസത്താൽ മിശിഹാനാഥൻ നരകപിശാചിൻ അപജയമേറ്റി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും അമ്പരവീതിയിൽ അന്തിമനാളിൽ അന്ത്യവിധിക്കായി അണയും നേരം കനിവോട് ഞങ്ങളെ രക്ഷിക്കണം. സിദ്ധന്മാരുടെ നിരയിൽ ചേർത്ത നിത്യവിരുന്നിനണച്ചരുളേണം. ആദിമുതൽ എന്നേക്കുമാമേ. നിത്യമഹോന്നത മംഗളമോടെ കുരിശുവിയത്തിലുയർന്നു വരുമ്പോൾ ന്യായാധിപനാം മിശിഹാരാജൻ മേഘച്ചുരുളിലിറങ്ങി വരുമ്പോൾ അറിവരാത്തോരവിരലമോദം പകരണമേ നീ ഞങ്ങൾക്കെല്ലാം. നീ ഇന്ന് എന്നോടുകൂടെ പർദീസയിലായിരിക്കും എന്ന് നല്ല കള്ളനോട് വാഗ്ദാനം ചെയ്ത നീതിമാനും അനുഗ്രഹസമ്പന്നനുമായ കർത്താവേ, നിന്റെ നീതി നടത്തപ്പെടുന്ന മഹനീയവും ഭീതിജനകവുമായ വിധി ദിവസത്തിൽ നിന്റെ സമർത്ഥമായ അനുഗ്രഹം നൽകി ഞങ്ങളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ജീവിതകാലത്ത് ഞങ്ങളുടെ ആലംബവും മരണശേഷം ഞങ്ങളുടെ പ്രതീക്ഷയുമായ മിശിഹായെ, നീ ആകാശത്തിലും ഭൂമിയിലും ആരാധനാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കേട്ടു നടുങ്ങി മനമിളകി പേടി വളർന്നൻ സ്വരമിടറി മിഴിനീർ തൂകി ഉണർത്തിച്ചു ഞാനൊരു നിമിഷം ഒരുങ്ങട്ടെ. ദൂതൻ പ്രാർത്ഥന കേട്ടില്ല, സമയം തെല്ലും തന്നില്ല. മൃതിയുടെ പിടിയിലമർന്നു ഞാൻ, നാദാ നീതാനവലംബം. ഞങ്ങളുടെ ശരണവും ആശ്രയവുമായ ദൈവമേ, പാപങ്ങളും കടങ്ങളും പൊറുക്കുന്നവനെ, നിന്റെ മഹിനീയമായ തൃത്വത്തിന് അഗ്രാഹ്യമായ അനന്തകാരുണ്യം അത്ഭുതാവഹവും ആരാധ്യവുമാകുന്നു. ജീവന്റെയും മനത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, നീ എന്നെ വിസ്മരിക്കും. മരിച്ചുയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും, നിത്യമായി നീ എന്നെ മറന്നു കളയുമോ? എത്ര നാൾ എന്റെ ശത്രു എന്റെ മേൽ ഉയർന്നു നിൽക്കും? എന്റെ ദൈവമായ കർത്താവേ, എന്നെ കടാക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും. മരിച്ചുയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി.
പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ഉയർപ്പിച്ച് നിന്റെ വലത്തുഭാഗം നിർത്തേണമേ. അനുഗ്രഹ സമ്പന്നനും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, നിന്നെ പ്രസാദിപ്പിച്ച നീതിമാന്മാരോടുകൂടെ ഇവരെയും നിന്റെ രാജ്യത്തിൽ മനോഹരമായ നിത്യമഹത്വം അണിയിക്കണമേ. ജീവന്റെയും മനത്തിലെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ഇന്നലെയുള്ളോരിന്നിവിടില്ല, ഇനി വരികില്ല. യാത്രക്കാരാ മുന്നിലതാ നിൻ കബറിടമല്ലേ. പറുദീസ ഞാൻ കണ്ടൊരു ദിനമൻ ഭാവന തന്നിൽ, എത്ര വിശിഷ്ടം സുഖസമ്പുഷ്ടം ദർശന സുഭഹം. ദൈവമേ, നിന്റെ മഹനീയമായ തൃത്വത്തിന്റെ നിഗൂഢമായ ശക്തിക്ക് ഞങ്ങൾ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. കർത്താവേ, എന്റെ മനസ്സ് നിന്റെ പക്കലേക്ക് ഞാൻ ഉയർത്തുന്നു. നിന്റെ പ്രവർത്തികൾ നിസ്തുലങ്ങളാകുന്നു. കർത്താവേ, നീ സൃഷ്ടിച്ച എല്ലാ ജനതയും നിന്നെ വന്ന് ആരാധിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും ജീവിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തുന്നവനും പാപികളെ അനുഗ്രഹിക്കുന്നവരുമായ കർത്താവേ, നിന്റെ മഹിനീയമായ തൃത്വത്തിന് ഞങ്ങൾ ആരാധനയും സ്തുതിയും സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിനെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മനത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നീതിമാന്മാരെ നീ അവർക്ക് വേണ്ടി സജ്ജമാക്കിയ സ്ഥലത്ത് വിശ്രാന്തിക്കാം. എത്ര വിശിഷ്ടവും മനോഹരവുമാകുന്നു പരിശുദ്ധന്മാർ കുടികൊള്ളും കബറിടമെത്ര മനോഹരമാം. അവരുടെ മരണം ധന്യവുമാം. തുലനം ചെയ്യൽ ശിഷ്ടായുസ് ഉപേക്ഷിച്ച് ഞാൻ എന്റെ ജീവിത മധ്യത്തിൽ പാതാളത്തിലേക്ക് പോകും എന്ന് ഞാൻ പറഞ്ഞു. ജീവിക്കുന്നവരുടെ എന്റെ രക്ഷകനും ദൈവവുമായ കർത്താവേ, രാവും പകലും നിന്നെ ഞാൻ വിളിക്കുന്നു. ആദ്യം മുതൽ എന്നേക്കുവാമേൻ. പരിശുദ്ധാരൂപയുടെ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് നമ്മുടെ സഹോദരന്റെ ഓർമ്മ നമുക്ക് ആചരിക്കാം. ദൈവമേ, നിനക്ക് സ്തുതി. മാലാഖമാരാൽ സ്തുതിക്കപ്പെടുകയും മനുഷ്യരാൽ പുകഴ്ത്തപ്പെടുകയും ചെയ്യുന്ന കർത്താവേ, നിന്റെ തിരുനാമത്തെ വാഴ്ത്തുവാനും നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുവാനുമായി മരിച്ചവരെയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ കർത്താവേ, നിന്റെ ദയാധിക്യത്താൽ ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും മരണത്തിൽ നീ പുനരുദ്ധാനം പകരുന്നല്ലോ. ഒഴുകി വരുന്നു വാനവഗാനം, പൂഴിയിൽ നിന്നും മൃതരുണരുന്നു നിത്യവിരുന്നിൻ പുലരി വരുന്നു. മനുഷ്യനു ജന്മം നൽകിയ നാഥാ, മരണത്തിൽ നീ പുനരുദ്ധാനം പകരണം. മനുഷ്യനു ജന്മം നൽകിയ നാഥാ, മരണത്തിൽ നീ പുനരുദ്ധാനം
വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതമില്ലയിൽ ൂർത്തോത്തിനെയും അറിയിച്ചുയരും സുവിശേഷത്തിൻ തിരുസന്ദേശം പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വാഗ്ദാനങ്ങൾ ചിങ്ങി മുഴങ്ങും കാകളനാദം ആകാശത്തിൻ സീമകളെല്ലാം നൽകുന്നു. ശരിയായി നൽകാൻ മായ്ക്കണമേ നിൻ കൃപയാലെ മാമോദീസ വഴിയങ്ങേ സുതരാണവരം നോക്കണമേ. വർഷം തന്നിൽ ദൂതർ കണക്കെ രാജിവിരുന്നിൽ ചേർക്കണമേ. വിത്തുകൾ പൊട്ടി മുളയ്ക്കും പ്രതിയുടെ കൊടുതാം കോട്ടകളെല്ലാം സത്യനിരത്തി നാഥൻ നവമായി സ്ഥാനത്തിൻ പാദം വന്നു. ജയലാളിതനായി കരുണീകരയിൽ കുരിശിൻ കഥയായി പരിവേഷിതനായി ആകാശത്തിൽ ദൂതന്മാരും ഹരമേൽ ഹരരും അക്രമരായി ആഗമദിവസം മണവറ ചേരാകൾ തെളിച്ച വിജയമണിഞ്ഞോ പരിമളമുതിരും പുഷ്പകിരീടം നിർമ്മിക്കുന്നു. സുഹൃതസുമങ്ങൾ ചാർത്തിയൊരുങ്ങി സമലം കൃതരാ വരുവിൻ വരുവിൻ
നൃപനെ മുറപ്പൂ എതിരേൽപ്പതിനാ അങ്ങ് നൽകിയിരിക്കുന്ന വിശ്വാസം അനുസരിച്ച് ജീവന്റെയും മരണത്തിന്റെയും നാഥനായ മിശിഹായെ അങ്ങയോടൊത്ത് വിശ്വസിച്ചുകൊണ്ട് അങ്ങയുടെ സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ നിറവേറ്റി ഇന്ന് അങ്ങയുടെ സന്നിധിയിലേക്ക് വരുവാണല്ലോ. അങ്ങയുടെ സ്വർഗീയ ആനന്ദത്തിന്റെ സൗഭാഗ്യം ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന് നൽകി വിശദീകരിക്കണമേ. അറിഞ്ഞോ അറിയാതെയോ തൻ്റെ ജീവിതത്തിൽ ഈ ലോകത്തിലായിരുന്നപ്പോൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവയെല്ലാം അങ്ങ് പുറത്ത് അദ്ദേഹത്തെ വിശുദ്ധീകരിച്ച് അദ്ദേഹത്തിന് അങ്ങ് ലോകത്തിന്റെ ആരംഭത്തിൽ തന്നെ സജ്ജമാക്കിയിരിക്കുന്ന ആ സ്വർഗീയ സൗഭാഗ്യത്തിന് അനുഭവം പ്രദാനം ചെയ്യണമേ. ഞങ്ങളെല്ലാവർക്കും പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ അൽമായർക്ക് ഒരു മാതൃകയായി ജീവിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തിനിഷ്ടം മനസ്സിലാക്കി തരുകയും ഞങ്ങളെ പഠിപ്പിക്കുകയും ഞങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുകയും ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങളോടൊത്തായിരിക്കുകയും ചെയ്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട പോത്തനങ്ങളെ ഞങ്ങൾ സ്നേഹപൂർവ്വം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ദുഃഖിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ബന്ധുമിത്രാദികളെയും എല്ലാവരെയും മക്കളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. സ്നേഹനാഥ, അവർക്ക് ആശ്വാസമായി, സ്നേഹമായി, സന്തോഷമായി, സൗഭാഗ്യമായി അവരോടൊത്തുണ്ടായിരിക്കണമേ. അങ്ങയുടെ പ്രിയപ്പെട്ട മകളിൽ നിന്നും മധ്യസ്ഥം തേടി അനുഗ്രഹങ്ങൾ ഈ കുടുംബത്തിലേക്ക് നിരന്തരമായി വസിക്കുവാനായി ഞങ്ങൾക്ക് മുമ്പേ പോകുന്ന ഒരു മധ്യസ്ഥനായി ഞങ്ങളുടെ പോത്തനങ്ങളെ ആക്കി തീർക്കണമേ. ദൂരം നിന്നും ഇവിടെ എത്തിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ സഹോദരി സഹോദരന്മാരെയും ബന്ധുമിത്രാദികളെയും അനുഗ്രഹിക്കണമേ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നുമെന്നോടെൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. കഷ്ടനഷ്ടം ഏറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. ലോകസൗഖ്യമെന്തു തരും ആത്മക്ലേശമതിൻ ഫലം. സൗഭാഗ്യമുള്ള ആത്മജീവൻ കഷ്ടതയാൽ വർദ്ധിക്കുന്നു. ജീവനത്തിൻ വമ്പു വേണ്ട, കാഴ്ചയുടെ ശോഭ വേണ്ട, കൂടാരത്തിൻ മൂടി പോലെ ക്രൂശിൻ നീളം മാത്രം മതി.
സുഖം തേജസ്സേറും കേരൂബികൾ കൂടാരത്തിനകത്തുണ്ട് ഷെക്കേനായുമുണ്ടവിടെ ഭക്തന്മാരാം സഹോദര വിളക്കുപോൽ കൂടെയുണ്ട് പ്രാർത്ഥനയിൻ ധൂപമുണ്ട് മേശമേലെന്നപ്പം ഉണ്ട് പ്രാകാരത്തിലെൻ്റെ മുൻപിൽ യേശുവിനെ കാണുന്നു ഞാൻ യാഗപീഠമവനത്രേ എന്നുമെൻ്റെ രക്ഷയവൻ ദിനം തോറും പുതുക്കുന്ന ശക്തി എന്നിൽ പകരുവാൻ സ്വച്ഛജലം വച്ചിട്ടുള്ള പിച്ചള തൊട്ടിയുണ്ട് ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല കഷ്ടനഷ്ടമോർക്കുന്നില്ല എപ്പോൾ എൻ്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. കണ്ണുനീരെന്നു മാറുമോ വേദനകളെന്നു തീരുമോ കണ്ണുനീരെന്നു മാറുമോ വേദനകളെന്നു തീരുമോ കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ കണ്ണുനീരെന്നു മാറുമോ വേദനകളെന്നു തീരുമോ കണ്ണുനീരെന്നു മാറുമോ വേദനകളെന്നു തീരുമോ.
നേടിയതെല്ലാം മിഥ്യയേ, ഇഹത്തിൽ ഒന്നുമില്ലയേ. നേടിയതെല്ലാം മിഥ്യയേ, പരദേശിയാണുലകിൽ ഇവിടെന്നു മന്യനല്ലോ. പരദേശിയാണുലകിൽ ഇവിടെന്നു മന്യനല്ലോ. संस्कार की विधियां यहाँ पर शुरू करने जा रहे हैं। बहुत दुख की वेला है। जो व्यक्ति हम सब जानते हैं, जो हम सबके लिए सब कुछ था, इस रतनपुर में आकर या भोपाल में आकर बहुत साल पहले अपने जीवन को ईश्वरीय इच्छा के अनुसार अंतिम समय तक उन्होंने समर्पित किया, जीवन जिया। आज हमारे प्रिय प्रार्थनांगन हमसे विदा हुआ है। इस दुख की घड़ी में हम उसके परिवारजनों के लिए प्रार्थना करेंगे और विशेष रूप से हम प्रार्थनांगन की आत्मा शांति के लिए प्रार्थना करेंगे। जी हाँ, जब हमने सुना है 2 तारीख एक दिन सुबह प्रार्थनांगन हमारे बीच से चला गया है, जल्दी हम सबको विश्वास नहीं हो रहे थे। आंसू भरे दोपहर हृदय से हमने सुना उस आवाज को। बेटे ने फोन करके बताया, फादर जी पापा इस दुनिया से एकदम जल्दी अपने आप को तैयार करते हुए ईश्वर के हाथों में अपनी आत्मा को समर्पित किया। ईश्वर बेहतर हम सब जानते हैं ईश्वर की सेवा अलग अलग तरीके से उन्होंने किया है। एक पति के रूप में, एक पिता के रूप में, एक भाई के रूप में और सबके एक अच्छे दोस्त के रूप में और अच्छे पड़ोसी के रूप में ईश्वर की सेवा किया है, मानवों की सेवा किया है। इस शुभालय परिसर में भी लोगों के साथ सभी भोपाल में जाने मानते थे। सब लोग जानते हैं एक अच्छे इंसान ईश्वर की इच्छा के अनुसार जीवन जिया है। जैसे मुझे भी सौभाग्य मिला है, हम सब 5 साल उनके साथ इस रतनपुर में सुबह लेकर ईश्वर के चरणों पर आकर निशा बलिदान में भाग लेने के बाद अपना हर कार्य करते थे। हमेशा हाथों में रसरी लेते हुए प्रार्थना करते थे, मां नलियों को पुकारते हुए। जीवन प्रिय भाई बहन, आज हमारे प्रिय प्रार्थनांगन हमसे विदा लिया, लेकिन आज हमसे प्रार्थनांगन इतना ही चाहते हैं, हम भी उनके जैसे हमेशा तैयार रहे। ईश्वर की बुलाहट कभी भी आ सकते हैं, चोर के जैसे आ सकते हैं, सचमुच सूत्र रहे, लेकिन प्रार्थनांगन हमेशा तैयार थे ईश्वरीय बुलाहट को स्वीकार करने के लिए। आइए हम इस अंतिम विदाई के समय प्रार्थना करें, ईश्वर को धन्यवाद दें। एक अच्छा व्यक्तित्व का प्रार्थनांगन ने स्वीकार किया, उनकी अंतिम विदाई में हम आए हैं। एक अच्छे इंसान की अंतिम विदाई देने, उस परिवार के साथ सहानुभूति दिखाने, प्रार्थना करने आए हुए हैं। आइए हम भक्तिभाव से इस अंतिम प्रार्थना में भाग लेते हुए इस परिवार के साथ देंगे और ईश्वर उनकी आत्मा को आनंद शांति प्रदान करे। यहाँ पर आए हुए सभी पुरोहित, धर्म बहने, आए हुए सभी लोगों के प्रति मैं परिवार को इस दुख की घड़ी में सांत्वना देता हूँ। हम ये करते हैं, हमें ईश्वर पर विश्वास रखे। प्रभु ने कहा है, मैं ही जीवन और तुम रक्षा। हम प्रभु पर विश्वास रखते हुए आए हैं भक्तिभाव से इस अंतिम विदाई की प्रार्थना में अपने आप को पालेंगे, समर्पित करेंगे। നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി ഈ പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ
സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാവുന്നു. പിതാമുത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചുയർപ്പിക്കുന്നതിന് നിന്റെ നാമത്തിന് സ്തുതി. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചുയർപ്പിക്കുന്നവന് നിന്റെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. നാദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാവുന്നു. പിതാമുത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എന്റെ ദിവസങ്ങളൊക്കെ പരിമിതങ്ങളാകുന്നു. മരിച്ചുയർപ്പിക്കുന്നവന് നിന്റെ നാമത്തിന് സ്തുതി. എന്തുകൊണ്ടെന്നാൽ ജീവിതം പോലെ കടന്നു പോകുന്നു. കർത്താവേ, നീ അല്ലാതെ ആരെനിക്ക് ആശ്രയം. എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചുയർപ്പിക്കുന്നവന് നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ. നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും ഉയർത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെ രാജാവും ജീവന്റെയും മരണത്തിന്റെ നാഥനുമാവുന്നു. പിതാമുത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാമിശിഹ കർത്താവേ, അയലും മരണവുമില്ലാതെ ജീവൻ വിലയും രാജ്യത്തിൽ വാനവരുടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസനു വരമിന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനമാകുന്നു. ആദിപിതാവാം ആദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ. ലോകം
സർവേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസനാകുന്നു. പുനരുത്ഥാനം വരുമല്ലോ, അരുൾ ചെയ്തില്ലേ തിരുനാഥൻ. ദൃഢമായ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ, അന്തിമ ദിവസം ഉയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു, പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിലക്കുന്നതന്നേടും. കൊഴുത്തിനമത്തിടനുടയുന്നു, ക്ഷയമുള്ളോനക്ഷയനാകും. മധ്യതയേവം സകലേശൻ നിരയാം നൂതനമാക്കുന്നു. ചിറക് വിടർത്തിയവരെ സ്വീകരിക്കുന്നു. അമ്പരവീതിയിലഖിലേശൻ നിശുരാജനെഴുന്നള്ളും. പരിശുദ്ധന്മാരണിയണിയായി എതിരെ പിന്നു നിരന്നേടും. ആനന്ദത്തിൻ മണിയറയിൽ ചിരമായി വീണിടുമവരെല്ലാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേൻ. വിശ്വത്തിന്റെ പിതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദ്യം മുതൽ എന്നേക്കുമാമേൻ. മതിലൂടന്തിമ വിധിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ലവരുത്തു വലമ്പാകെ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം. എൻ്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും ഓരോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതമാകുമ്പോൾ ജീവിച്ചിരുന്നവർ മരിച്ചവർക്ക് മുൻപേ കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാനമാലാകയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിൻ്റെ എതിരേൽപ്പിനായി അവരോട് മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടി ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവാൻ. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തൻ്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ തന്നെ കർത്താവേ, ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
കാകുത്തായി നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്ഥാനം വഴി മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നതുമായ കർത്താവേ, നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങൾ ഇറങ്ങി മരിച്ചതിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തുകയും ചെയ്തു. സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുടെ പിതാവായ ദൈവത്തോട് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെ ലക്ഷ്യത്തിലെത്തിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുനർമടയത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാമത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുതിർഹനാവുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാവുന്നു. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാമത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ജീവിത